നല്ല പടം ബ്രോ, സെറ്റ് പടം, അയ്യത്തിൻ്റെ റിവ്യൂ, പിന്നെ അടിപൊളി പടം, അത്ര പടം. റിവ്യൂസ് കേട്ടാണ് വന്നത്. പടം അയ്യത്ത് കൊണ്ടുപോയി 10 കിച്ച് സോങ് ഫയറായിരുന്നു, വേറെ ഒന്നും പറയാനില്ല. പടം സെറ്റ്, ക്ലൈമാക്സ് ഒക്കെ പൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതായപ്പോൾ, പക്ഷേ സെക്കൻഡ് ഹാഫേ പടം കൊണ്ടുപോയി. അത്ര അത് തന്നെ ഹൈലി മൂവ്മെൻ്റ്, അതാണ് പടത്തിലെ ഹൈലി മൂവ്മെൻ്റ്, ആ കാർ ചേസിന് വേറെ അല്ല. മൂവി കൊള്ളാം, നല്ല ഫൈനാണ്. പിന്നെ മാസീനില്ല, ക്ലാസിക്കില്ല. അത് മഹി തിരുമണി ഓൾറെഡി പറഞ്ഞൊരു കാര്യമായിരുന്നു. അപ്പം ഞാനത് മീൻസ് കഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് വളരെ നൈസായിട്ട് ടേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നല്ല ബ്രില്യൻറ്റുമായിരുന്നു. പിന്നെ കൊള്ളാം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം തുടക്കം തൊട്ട് കൊടുക്കാൻ പറ്റും, ഇരുന്ന് ഇരിപ്പിൽ തന്നെ നിൽക്കാൻ പറ്റും. അത് ആ അതേപോലെ ത്രില്ലും ഉണ്ടായിരുന്നു. അതേപോലെ സംഭവം കുറച്ച് എക്സെൻട്രിസിറ്റി ഒന്നും പോയില്ല, മീൻസ് അത്ര ഓവർ ഗ്രേഡഡ് ആയിട്ടൊന്നും പോയില്ല. ആ പടത്തിന് ആവശ്യമുള്ളത് അതേപോലെ ഫ്ലോയിൽ പോയിട്ടുണ്ട്. കാണുക. ഇല്ല, ഞാൻ ബ്രേക്ക് ഡൗൺ കണ്ടിട്ടില്ല. പക്ഷേ ബ്രേക്ക് ഡൗൺ ആണെന്ന് അറിഞ്ഞപ്പോഴും ഞാൻ ഇത് കാണണ്ടെന്ന് വിചാരിച്ചതാണ്. ബട്ട് നമുക്ക് തമിഴ് സ്റ്റൈലിലൊരു ഹോളിവുഡ് ലൈൻ ഓഫ് പടം ചെയ്യുന്നത് വളരെ പാടാണ്. അപ്പം അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എമോഷൻസ് കണക്റ്റ് ആയി. കാരണം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ എപ്പോഴും ഒരേപോലെ നിൽക്കില്ല. അത് ഒരിക്കലും എന്തെങ്കിലും, പക്ഷേ എന്നാലും അവരുടെ ഉള്ളിൽ ഒരു ലവ് ഇതുണ്ട്. അത് ആ ട്രസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. അപ്പം അത് ആ സംഭവം കറക്റ്റായിട്ട് മഹി തിരുമണി കാണിച്ചിട്ടുണ്ട്. ഞാൻ ആർട്ടിസ്റ്റുകളെല്ലാം അവരുടെ റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈക്കോ എങ്ങനെയാണ്, എന്താണ്, ഓരോ ക്യാരക്ടറിനും ഓരോ രീതി, അത് കറക്റ്റ് പെർഫെക്ഷനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എല്ലാം ചെയ്ത രീതികളും ആംഗിൾസും എല്ലാം. പിന്നെ ക്യാമറ വർക്ക്, DOP ചെയ്തതെല്ലാം, ഓം ശങ്കർ ആയാലും എല്ലാ എഡിറ്റിങ്സ് ആയാലും അത് കറക്റ്റ്. അനിരുദ്ധിൻ്റെ BGM, കാരണം സാധാരണ അനിരുദ്ധ് ചെയ്യുന്നത് മാസും ഇതാണ്, പക്ഷേ അതിനെ വെച്ച് ഡിഫറെൻ്റ് ആയിട്ട് അനിരുദ്ധിന് ഒരു ചലഞ്ചിങ് ആയിരുന്നു. ബട്ട് എന്നാൽ അത് പിടിച്ച് നിർത്തിച്ചിട്ടുണ്ട്. ആ BGM ഒരിടത്ത് ഫ്ലോ ഉണ്ടെങ്കിലും പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ബട്ട് അത് ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് അത്ര ഫീൽ ചെയ്യില്ല. ബട്ട് അത് സംഭവം നൈസായിട്ട് അനിരുദ്ധ് എന്തായാലും വർക്ക് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. കാരണം ഇങ്ങനൊരു മൂവി ചെയ്യണമെന്ന് വെച്ചാൽ അനിരുദ്ധ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം അനിരുദ്ധ് ഇങ്ങനൊരു മൂവി ചെയ്യുന്നു. അപ്പോൾ ഞാൻ മറ്റേ ട്രെയിലറിൻ്റെ BGM കണ്ടപ്പം ഇതായിരുന്നപ്പം തന്നെ ഞാനിതൊന്ന് വന്ന് നോക്കിയപ്പം അത് കറക്റ്റായി സിങ്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റൺസ് കൊള്ളായിരുന്നു. കാരണം നമ്മളൊക്കെ പണ്ട് കുറച്ച് നാൾ മുമ്പ് ഗെയിം ചേഞ്ചറിൻ്റെ പോലത്തെ ഇല്ലായിരുന്നു. കാരണം 3 പേര് മാക്സിമം എന്ന് വെച്ചാൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിൽ എത്ര പേര് പറ്റുമോ അത്രയും പേര് തന്നെയാണ്. അതായത് മുമ്പ് വരുന്ന മഹി തിരുമണി കലങ്ക തലവനിൽ 4 പേർക്ക് മേലെ ഫൈറ്റ് ചെയ്യില്ല, അങ്ങനത്തെ ഒരു സംഭവം. അതിൻ്റെ പോലെ തന്നെ ഇതിൽ സ്റ്റണ്ട് നോക്കി കഴിഞ്ഞാൽ 4 പേരുടെ മേളിലില്ല. അങ്ങനെയാണ് ആ സ്റ്റണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും നൈസായിട്ട് എനിക്ക് ആ സ്റ്റണ്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. இல்லை டிஃப்ரெண்ட் மூவி நல்லா இருக்குது ஸ்டோரி. നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ഒറിജിനൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ബ്രേക്ക് ഡൗൺസ് കമ്പയർ ചെയ്താൽ അത് വേറൊരു സ്റ്റൈലാണ്. ഇത് ഇന്ത്യൻ ഓഡിയൻസിന് ചെയ്തതിനെതിരെ എടുത്തിരിക്കുന്നത്. മോശമൊന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മേക്കിംഗ് ആണ്. അതിൻ്റെ ഫൈസൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതിൻ്റെ മറ്റേ നെഗറ്റീവ് റിവ്യൂസ് കുറേ കേട്ടായിരുന്നു, പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. 2 വർഷത്തിന് ശേഷം വരുന്ന രാജ്യത്തിൻ്റെ പടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കുറച്ചുകൂടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് അങ്ങനെ എനിക്കറിയില്ല. കാരണം പക്ഷേ തിയേറ്ററിൽ ഒരാൾ വെച്ച് നോക്കുമ്പം അത്ര ഒരു എന്താണ് പ്രതീക്ഷ ഓഡിയൻസ് അത്ര ഒന്നില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ പേഴ്സണലി ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, നല്ല സിനിമയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൊള്ളാം. അത് മറ്റേ ഒറിജിനൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ നമ്മുടെ ഇന്ത്യൻ ഓഡിയൻസിന് വേണ്ടി കുറേ ഡ്രാമ കേട്ടിട്ടുണ്ട്. അതാണ് അത്രയും അത് വർഷം കുറച്ച് കുറയ്ക്കാൻ തോന്നി. അല്ലാതെ നല്ല എല്ലാവരും പെർഫോമൻസ് വൈസ് എല്ലാവരും നല്ലതാണ്. എല്ലാം തന്നെ അങ്ങനെ മോശം പറയാനൊന്നുമില്ല.